യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. തിമോത്തിയോസിന് എഴുതിയ 2 ലേഖനം 3 അധ്യായം 12 വാക്യം. ക്രിസ്തുവിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുള്ള ഒരു ജീവിതം വിശുദ്ധീകരണത്തിൻ്റെ ജീവിതമാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. അതൊരു വിശുദ്ധ ജീവിതം നയിക്കുന്ന എന്ന അനുഗ്രഹമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. എങ്കിൽ പീഡകളും ദുരിതങ്ങളും സഹനങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തലുണ്ട്. ആ സഹനങ്ങളിൽ ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് ഐക്യപ്പെട്ടൊരു വിശുദ്ധ ജീവിതം നയിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് അവനുമായി ഐക്യപ്പെട്ടുള്ള ഒരു ജീവിതം. ക്രിസ്തുവുമായി ഐക്യപ്പെട്ടുള്ള ഒരു ജീവിതത്തിന് നാം ഓരോരുത്തരും ഒരുങ്ങുമ്പോഴും അതിനുവേണ്ടി ആഗ്രഹിക്കുമ്പോഴും നാം തിരിച്ചറിയണം, ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു എന്ന സത്യം. നമ്മുടെ ജീവിതത്തിൽ പീഡകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോൾ ഞാൻ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടാണ് എങ്കിൽ അതെന്നെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ഒരു വിശുദ്ധീകരണ ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തുന്ന അനുഭവം എനിക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ ഞാൻ ക്രിസ്തുവിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നു. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ സഹനം കൂടെയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പച്ചമരത്തോട് ഇപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ ഉണക്കമരത്തോട് പ്രകാരമായിരിക്കും. ക്രിസ്തുവിനോട് അവർ ഇപ്രകാരമാണ് പ്രവർത്തിച്ചത് എങ്കിൽ ക്രിസ്തു ശിഷ്യന്മാരുടെ അവസ്ഥ എപ്രകാരമായിരിക്കും? ഇത് തിരിച്ചറിഞ്ഞ അപ്പോസ്തലന്മാർ സഹനത്തെ സന്തോഷമായി കണ്ടുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ അവർ തയ്യാറായി. ഇതല്ലേ പൗലോസ് അപ്പോസ്തലൻ്റെയും പത്രോസിൻ്റെയും ഒക്കെ ജീവിതം വരച്ചു കാണിക്കുക. എങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ തിരുവചനം ശ്രവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ പീഡാനുഭവത്തിലെ ആ സഹനത്തിലെ ഒരംശമെങ്കിലും അങ്ങയോട് ചേർന്ന് സഹിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. അത് ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും ഞങ്ങളെ അങ്ങുമായി ഐക്യപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്കും കൈപിടിച്ചുയർത്തുന്ന അനുഭവമായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സഹനത്തിൽ പങ്കാളികളാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.